Welcome to Focus Area Class Organic Chemistry Basic Principles and Techniques. ഈ ടോപ്പിക്കിലെ മൂന്നാമത്തെ ക്ലാസ്സാണ്. നമ്മുടെ ഫോക്കസ് ഏരിയ നമ്മൾ പരിചയപ്പെട്ടതാണ്. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഐസോമെറിസം, അടുത്തത് ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്, നാലാമത്തത് ഡിറ്റക്ഷൻ ഓഫ് അതർ എലമെന്റ്സ്, ടെസ്റ്റ് ഫോർ നൈട്രജൻ, ലാസ്റ്റ് ഫോക്കസ് ഏരിയ എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇതിലെ ആദ്യത്തെ ഫോക്കസ് ഏരിയ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2 ക്ലാസ് തീർന്നു. ഇന്നത്തെ ക്ലാസ് മുതലാണ് നമ്മൾ നെയിമിംഗ് തുടങ്ങുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നെയിമിംഗ് എങ്ങനെയാണ് വളരെ വിശദമായി എടുക്കുന്നില്ല. അത്യാവശ്യം പരീക്ഷയ്ക്ക് ആവശ്യമായ രീതിയിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. വിശദമായി നമുക്ക് പിന്നീട് നോക്കാം. ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല ഇവിടെ എഴുതിയിട്ടുണ്ട്. C5H12. കാണുമ്പോൾ തന്നെ അറിയാം ഇത് ആൽക്കേനാണ്. കാരണം CnH2n+2 എന്ന ഫോർമുല അനുസരിക്കുന്ന കോമ്പൗണ്ടാണ്. Cn n 5 ആണ്. ഹൈഡ്രജന്റെ എണ്ണം 2n+2 ആണ്. അതായത് 2 × 5 + 2. 2 × 5 എത്ര? 10. 10+2 എത്രയാണ്? 12. അപ്പോൾ കറക്റ്റാണ്. 5 കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ എല്ലാവർക്കും അറിയാം പെൻറ്റെയിൻ. പെൻറ്റെയിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. അതെങ്ങനെയാണ് എഴുതുക നോക്കൂ. CH3 CH2 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 CH3. ഇങ്ങനെയാണ് പെൻറ്റെയിൻ എഴുതുന്നത്. ഈ കോമ്പൗണ്ടിൻ്റെ പേര് എന്താണ്? ഈ കോമ്പൗണ്ടിൻ്റെ പേര് നോർമൽ പെൻറ്റെയിൻ എന്നാണ്. നോർമൽ എന്ന് കാണിക്കാൻ സ്മോൾ n എന്ന് കാണിക്കാറുണ്ട്. നോർമൽ പെൻറ്റെയിൻ, എൻ പെൻറ്റെയിൻ ഉണ്ടോ? അങ്ങനെ എഴുതുക, എൻ പെൻറ്റെയിൻ. ഇപ്പം നോർമൽ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഇല്ലാത്ത കോമ്പൗണ്ട് എന്നാണ് അർത്ഥം. ഈ കോമ്പൗണ്ടിൽ ബ്രാഞ്ച് ഇല്ല. ബ്രാഞ്ച് വേണമെങ്കിൽ CH ആവണം, അല്ലെങ്കിൽ C ആവണം. CH അല്ലെങ്കിൽ C ഉണ്ടായാൽ മാത്രമേ ബ്രാഞ്ച് ഉണ്ടാവൂ. ഇവിടെയൊക്കെ CH2 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 അല്ലേ? ഇങ്ങനെയാണ്. അപ്പം CH അല്ലെങ്കിൽ C വന്നാൽ മാത്രമേ ബ്രാഞ്ച് ഉണ്ടാവൂ. അപ്പോൾ ബ്രാഞ്ച് ഇല്ലാത്ത കോമ്പൗണ്ട്, അതാണ് നോർമൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ചില കുട്ടികളുടെ വിചാരം സ്ട്രെയിറ്റ് ആയിട്ട് എഴുതുമ്പോൾ മാത്രമേ നോർമൽ എന്ന് പറയൂ എന്നൊക്കെയാണ്. അത് തെറ്റാണ്. അങ്ങനെയല്ല. ഈ CH3 മേലേക്ക് എഴുതിയാലോ? CH2 കഴിഞ്ഞിട്ട് ഈ CH3 മേലേക്ക് എഴുതി. CH3 മേലേക്ക് എഴുതിയാലും ഇത് നോർമൽ പെൻറ്റെയിനാണ്. ഇവിടെയുള്ള CH3 നമ്മൾ മേലേക്ക്, ഈ വര മേലേക്കിട്ട് എഴുതി. അപ്പോഴും ഇതെന്താണ്? നോർമൽ പെൻറ്റെയിനാണ്. അത് ബ്രാഞ്ച് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ബ്രാഞ്ച് വരണമെങ്കിൽ CH അല്ലെങ്കിൽ C വേണം. CH അല്ലെങ്കിൽ C ഉണ്ടെങ്കിൽ മാത്രമേ ബ്രാഞ്ച് ഉണ്ടാവൂ. ഇത് ബ്രാഞ്ച് അല്ല. അപ്പോൾ ഈ CH3 നമ്മൾ ഈ വര ഉപയോഗിച്ച് താഴേക്ക് എഴുതി. അത് ബ്രാഞ്ചായി കരുതരുത്. അത് എല്ലാ കുട്ടികൾക്കും പറ്റുന്ന തെറ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ CH3 താഴേക്ക് കൊടുത്താൽ നമുക്ക് പറ്റുമോ നോക്കാം. ഈ CH3 നമ്മൾ അല്ലേ ഇവിടെ എഴുതി. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കണ്ടോ? CH3 നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, ഈ വര ഇവിടുന്ന് പോയി. ഇവിടെ ഒരു വര നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടതാണ്. നോക്കാം, ഒരു ലൈൻ. അതല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ,
ഇവിടെ ഒരു വര നിങ്ങൾ വരച്ച് ചേർക്കണം. CH2 കഴിഞ്ഞിട്ട് താഴേക്ക് ഇവിടെ ഒരു വര കേട്ടോ. ഇവിടെ ഒരു ലൈൻ നമ്മൾ വരച്ച് ചേർക്കണം. ചെറിയൊരു ലൈൻ. അവിടെ പറ്റി. ഓക്കെ, കുഴപ്പമില്ല, കറക്റ്റായിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? ഈ കോമ്പൗണ്ടിൻ്റെ പേരും നോർമൽ പെൻറ്റേനാണ്. ഈ കോമ്പൗണ്ടിൻ്റെ പേരും നോർമൽ പെൻറ്റേനാണ്. ഇത് കണ്ട് ബ്രാഞ്ച് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ CH3 ബ്രാഞ്ച് ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത് ബ്രാഞ്ച് അല്ല. ബ്രാഞ്ച് ആവണമെങ്കിൽ CH അല്ലെങ്കിൽ C വേണം. ഇത് ബ്രാഞ്ച് അല്ല. ഓക്കെ, ഈ കോമ്പൗണ്ട് നോർമൽ പെൻറ്റേനാണ്. ഈ CH3 താഴേക്കോ ഈ CH3 മേലേക്കോ വന്നാലും യാതൊരു പ്രശ്നവുമില്ല. ഈ ചെയിൻ വളഞ്ഞിട്ടോ തിരിഞ്ഞിട്ടോ ഒക്കെ കിടക്കും. അപ്പോൾ ഇത് നോർമൽ പെൻറ്റേനാണ്. ഓക്കെ, നമ്മൾ സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിരുന്നു എന്ന് മാത്രം. സൗകര്യത്തിന് വേണ്ടി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരച്ചിരുന്നത്. ഓക്കെ, നോർമൽ പെൻറ്റേൻ. ദ കോമ്പൗണ്ട് ഈസ് നോട്ട് ബ്രാഞ്ച്ഡ്. N എന്ന് പറഞ്ഞാൽ നോർമലാണ്. N മീൻസ് നോർമൽ. ദാറ്റ് ഈസ് ദ കോമ്പൗണ്ട് ഈസ് നോട്ട് ബ്രാഞ്ച്ഡ്. ഓക്കെ, ഇതിനെങ്ങനെ ചുരുക്കി എഴുതാട്ടോ. CH3 പിന്നെ CH2 മൂന്നെണ്ണം, അതായത് CH2 എന്ന് എഴുതുന്നതിന് പകരം CH2 ത്രൈസ് എന്ന് എഴുതാം. ഉണ്ടോ? ഇവിടെ 3 CH2 ഉണ്ട്. 1 2 3. അതുകൊണ്ട് ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇതിനെ ഇങ്ങനെ കാണിക്കാം. ഉണ്ടോ? 1 കണ്ടോ, ഈ അറ്റത്തൊരു കാർബൺ 1, പിന്നെ ഇവിടെ 2, പിന്നെ ഇവിടെ 3 4 5. ഇത് പെൻറ്റേനാണ്. ഇവിടെ കാർബൺ, പിന്നെ 3 ഹൈഡ്രജൻ CH3. ഇവിടെ 1 2 വാലൻസ് കഴിഞ്ഞു. അപ്പോൾ CH2, ഇവിടെ CH2, ഇവിടെ CH2, ഇവിടെ CH3. ഇങ്ങനെ ചുരുക്കിയിട്ട് എഴുതാം. ഇത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷനെ നമ്മൾ വിളിക്കുന്ന പേര് ബോണ്ട് ലൈൻ നൊട്ടേഷൻ എന്നാണ്. ഇത്തരത്തിലുള്ള ചിത്രങ്ങളെ വിളിക്കുന്ന പേര് ബോണ്ട് ലൈൻ നൊട്ടേഷൻ എന്നാണ്. ബോണ്ട് ലൈൻ നൊട്ടേഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ബോണ്ട് ലൈൻ നൊട്ടേഷൻ. ബോണ്ട് ലൈൻ നൊട്ടേഷൻ എന്നാണ് ഇതിനെ വിളിക്കുക. അപ്പോൾ ഇങ്ങനെ തന്നാലും എന്താണ്, ഇത് പെൻറ്റേൻ ആണെന്ന് മനസ്സിലാക്കണം. 5 കാർബൺ ഉണ്ട്. 1 2 3 4 5. പിന്നെ ഹൈഡ്രജനെ നമ്മൾ വാലൻസി നോക്കി കൊടുക്കണം. ഇതാ 5 കാർബൺ 1 2 3 4 5. വാലൻസി നോക്കി കൊടുത്താൽ 1 2 3 4. അവിടെ CH3. പിന്നെ 1 2 ഹൈഡ്രജനെ ഇവിടെ വേണ്ടു. ഇവിടെ അതെ 1 2 പിന്നെ 2 ഹൈഡ്രജൻ. 1 2 ഹൈഡ്രജൻ, അതായത് 3 CH2 പിന്നെ CH3 അറ്റത്ത് 1 2 3 4. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഓർഗാനിക് മോളിക്യൂൾസിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇത് പെൻറ്റേൻ തന്നെയാണ്. അങ്ങനെ പരത്തി വരച്ചെന്ന് മാത്രം. ഇത്തരം ചിത്രങ്ങളെ വിളിക്കുന്ന പേര് നിങ്ങൾക്കറിയാം. ഗ്രാഫിക് ഫോർമുല അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫോർമുല. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു കോമ്പൗണ്ടിനെ പരിചയപ്പെടുക. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാമായിരുന്നില്ലേ? ഈ വരയൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടാമായിരുന്നില്ലേ? ഇടാം, ഒരു രസത്തിന് അല്ലേ. ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പേടിക്കണ്ട, അങ്ങനെ കണ്ടാലും നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ്. അത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാമായിരുന്നു. ഈ വരയൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാം. CH2 CH3 സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഒരു കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഇങ്ങനെ വരച്ചത് മാത്രം. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഒരു ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും നീളമുള്ള കാർബൺ ചെയിൻ കണ്ടുപിടിക്കണം. അതിനെയാണ് നമ്മൾ പേരന്റ് ചെയിൻ എന്ന് പറയുന്നത്. ഏറ്റവും നീളമുള്ള കാർബൺ ചെയിൻ. അപ്പോൾ നോക്കിക്കോളൂ, 1 കണ്ടോ, ഈ കാർബൺ 1 കരുതുക. 2 മേലേക്ക് നോക്കുക, 3. അപ്പോൾ 3 കാർബൺ ആറ്റമുള്ള ഒരു ചെയിൻ. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. 1 2 3 4 കണ്ടോ, 4 കാർബൺ ആറ്റമുള്ള ഒരു ചെയിൻ. ഇനി ഇങ്ങനെ വന്നാലോ, 1 2 3 4. അപ്പോഴും 4 കാർബൺ ആറ്റമുള്ള ചെയിൻ കിട്ടി. അപ്പം ഏറ്റവും നീളമുള്ള ചെയിൻ കണ്ടുപിടിച്ചു. 4 കാർബൺ ആറ്റം വരുന്ന ചെയിൻ ആണുള്ളത്. അത് 2 രീതിയിലുണ്ട്. നമുക്ക് എങ്ങനെ എടുത്താലും ഒരേ ഉത്തരം കിട്ടുള്ളൂ. 1 2 3 4 അല്ലെങ്കിൽ ഇങ്ങനെ 1 2 3 4. അതിനെ ഒരു പ്രത്യേക രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അടയാളപ്പെടുത്തും. ഒരു പ്രത്യേക കളറിലോ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് എന്തെങ്കിലും വരച്ച് അല്ലേ, ഒരു കള്ളിയിലൊക്കെ ആക്കി നമുക്ക് വേണമെങ്കിൽ പേരന്റ് ചെയിനെ അടയാളപ്പെടുത്താം. ശരി, നമ്മുടെ പേരന്റ് ചെയിൻ ഏതാണെന്ന് നോക്കൂ. ഇതാണ് 1 2 3 4.
ഇവിടെ ബ്രാഞ്ച് ഉണ്ട്. എങ്ങനെ മനസ്സിലായി? സി എച്ച് കണ്ടാൽ ബ്രാഞ്ചാണ്. സി എച്ചിൻ്റെ മേലേന്ന് കണ്ടോ, ഈ സി എച്ചിൽ നിന്നൊരു ബ്രാഞ്ച്. ഇവിടുത്തെ ബ്രാഞ്ച് CH3 ആണ്. ഈ CH3യുടെ പേരാണ് മീഥൈൽ ഗ്രൂപ്പ്. മീഥൈൽ, മീത്തേനിലെ ഒരു ഹൈഡ്രജൻ പോയാൽ മീഥൈൽ, ഈത്തേനാണെങ്കിൽ ഈഥൈൽ, പ്രൊപ്പൈൻ ആണെങ്കിൽ പ്രൊപ്പൈൽ. നമ്മൾ പൊതുവായിട്ട് ആൽക്കൈൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കും. ആൽക്കൈൽ, ALKYL. ആൽക്കേനിൽ നിന്നും ഒരു ഹൈഡ്രജൻ ആറ്റം പോയാൽ കിട്ടുന്ന ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കേനിൽ നിന്നും ഒരു ഹൈഡ്രജൻ പോയാൽ കിട്ടുന്ന ഗ്രൂപ്പാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. മീഥൈൽ, ഈഥൈൽ. R എന്നാണ് അതിനെ കാണിക്കാറുള്ളത്. R എന്ന് എഴുതിയിട്ട് ഒരു വര നമ്മൾ ഇടും. R എന്നെഴുതി ഒരു വര ഇട്ടാൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഓക്കെ, ഏറ്റവും നീളമുള്ള കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. കാർബൺ ചെയിൻ കണ്ടുപിടിച്ചു. ഇനി ഈ പേരന്റ് ചെയിൻ ഏതാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കി നമുക്ക്. 1, 2, 3, 4 കാർബൺ ആറ്റമുള്ള ചെയിനാണ്. ഇനി നമ്മൾ ഈ ബ്രാഞ്ചിനെ, ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൻ്റ് എന്നാണ് വിളിക്കുക. ഈ CH3യെ നമ്മൾ വിളിക്കുന്ന പേര് സബ്സ്റ്റിറ്റ്യൻ്റ് എന്നാണ്. ഈ CH3യെ നമ്മൾ വിളിക്കുന്ന പേര് സബ്സ്റ്റിറ്റ്യൻ്റ് എന്നാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പേരന്റ് ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കണം. പേരന്റ് ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സബ്സ്റ്റിറ്റ്യന്റിന് മിനിമം നമ്പർ കിട്ടണം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ OH ഗ്രൂപ്പ് അല്ലേ, ആൽക്കഹോളിക് ഗ്രൂപ്പ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. OH ഗ്രൂപ്പ് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന് മിനിമം നമ്പർ കിട്ടണം. കുറച്ച് കഴിഞ്ഞ് നമ്മൾ എക്സാമ്പിൾ കാണും. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യന്റിന് മിനിമം നമ്പർ കിട്ടണം. ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യന്റ് ഏതാണ്? CH3 ആണ്. അപ്പോൾ നോക്കൂ, നമ്പർ ഇവിടുന്ന് ഇട്ട് നോക്കുക. 1, 2, 3. മൂന്നാമത്തെ കാർബണിൻ്റെ മേലെയാണ് CH3. ഇനി തിരിച്ച് നമ്പർ ഇട്ട് നോക്കുക. തിരിച്ച് നമ്പർ ഇട്ട് നോക്കുമ്പോൾ ഇവിടെ 1, ഈ കാർബണിന് 1, ഇവിടെ 2. കണ്ടോ, രണ്ടാമത്തെ കാർബണിൻ്റെ മേലെയാണ് CH3. അപ്പോൾ നിങ്ങൾ ഏതാ എടുക്കേണ്ടത്? 2 ആണ് CH3യുടെ നമ്പർ, പൊസിഷൻ നമ്പർ അല്ലെങ്കിൽ ലൊക്കേറ്റർ നമ്പർ എന്ന് വിളിക്കും. അപ്പോൾ നമ്പറിങ് തുടങ്ങേണ്ടത് ഇവിടുന്നാണ്. 1 അല്ലേ, നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ നമ്പർ ഇടാം. 1, 2, 3, 4. 4 കാർബണാറ്റമുള്ള ആൽക്കേനിൻ്റെ പേര് നമുക്കറിയാം, ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ എന്നാണ്. രണ്ടാമത്തെ കാർബണിൻ്റെ മേലെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പേര് 2 മീഥൈൽ ബ്യൂട്ടൈൻ എന്നാണ്. ബ്യൂട്ടൈൻ, പ്രൊപ്പൈൻ അല്ല, ബ്യൂട്ടൈൻ. 2 മീഥൈൽ ബ്യൂട്ടൈൻ എന്നാണ് ഇതിൻ്റെ പേര്. 2 മീഥൈൽ ബ്യൂട്ടൈൻ. ഈ കോമ്പൗണ്ടിൻ്റെ പേര് 1, 2, 3, 4. 4 കാർബണാറ്റം പേരന്റ് ചെയിനിലുണ്ട്. അതുകൊണ്ട് ബ്യൂട്ടൈൻ ആണ്. രണ്ടാമത്തെ കാർബണിൻ്റെ മേലെ CH3 ബ്രാഞ്ച് ആയിട്ട് നിൽക്കുന്നുണ്ട്, സബ്സ്റ്റിറ്റ്യൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ കാർബണിൻ്റെ അവിടെ CH3, 2 മീഥൈൽ ബ്യൂട്ടൈൻ. ഇതിനൊരു കോമൺ നെയിം ഉണ്ട്. കോമൺ നെയിം ഇതിൻ്റെ പേര് ഇപ്പോൾ നോക്കൂ, രണ്ടാമത്തെ കാർബണിൻ്റെ അവിടെ ഒരു CH3 ബ്രാഞ്ച് വന്നു അല്ലേ, 1, 2. രണ്ടാമത്തെ കാർബണിൻ്റെ അവിടെ ഒരു CH3 ബ്രാഞ്ച് വന്നാൽ വിളിക്കുന്ന ഓമന പേരാണ് ഐസോ. അപ്പോൾ ഇതിൻ്റെ പേര് ഐസോ എന്നാണ്. ടോട്ടൽ 5 കാർബണാറ്റം ഉണ്ട്. 5 കാർബണാറ്റം ഉണ്ടെങ്കിൽ ഇത് പെൻറ്റേനാണ്, ഐസോ പെൻറ്റേൻ. അപ്പം കോമൺ നെയിം എന്താണ്? ഐസോ പെൻറ്റേൻ. കോമൺ നെയിം എന്താണ്? ഐസോ പെൻറ്റേൻ. IUPAC നെയിം എന്താണ്? 2 മീഥൈൽ ബ്യൂട്ടൈൻ. ഓക്കെ, ഈ കോമ്പൗണ്ട് ശരിയായി എന്ന് കരുതുന്നു. IUPAC നെയിം 2 മീഥൈൽ ബ്യൂട്ടൈൻ. കോമൺ നെയിം എന്താണ്? ഐസോ പെൻറ്റേൻ. കോമൺ നെയിം എന്ന് തന്നെയാണ് ട്രിവിയൽ നെയിം. കോമൺ നെയിം എന്നുള്ളതിനെ ട്രിവിയൽ നെയിം എന്നും വിളിക്കാറുണ്ട്. ട്രിവിയൽ നെയിം ചില ബുക്കുകളിൽ അങ്ങനെ ഉണ്ടായിരിക്കും, ട്രിവിയൽ നെയിം. കോമൺ നെയിം എന്നുള്ളതിനെ ട്രിവിയൽ നെയിം എന്നും പറയാറുണ്ട്. ഐസോ എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഐസോ മീൻസ് എന്താണ്? ദർ ഇസ് എ മീഥൈൽ ബ്രാഞ്ച്. ഐസോ മീൻസ് ദർ ഇസ് എ മീഥൈൽ ബ്രാഞ്ച് ഓൺ ദി സെക്കൻഡ് കാർബൺ ഓഫ് ദി പേരന്റ് ചെയിൻ. സെക്കൻഡ് കാർബൺ ഓഫ് ദി പേരന്റ് ചെയിൻ. സെക്കൻഡ് കാർബണിൻ്റെ അവിടെ ഒരു CH3 ബ്രാഞ്ച് വന്നാൽ കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് ഐസോ. ടോട്ടൽ 5 കാർബൺ ആറ്റം ഉണ്ട്. അതുകൊണ്ട് ഐസോ പെൻറ്റേൻ ആണ്. അപ്പോൾ ഐസോ പെൻറ്റേൻ എന്നുള്ളതിൻ്റെ ശരിയായ പേരെന്താണ്? 2 മീഥൈൽ ബ്യൂട്ടൈൻ. അപ്പോൾ ഈ കോമ്പൗണ്ട് നന്നായിട്ട് നോക്കി വെക്കണം. ഇനി നമ്മൾ പഠിച്ച റൂളുകളൊക്കെ അവിടെ നിന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ്? ഏറ്റവും നീളമുള്ള കാർബൺ ചെയിൻ ആദ്യം തിരഞ്ഞെടുക്കണം. സെലക്ട് ദ ലോങ്ങസ്റ്റ് പോസിബിൾ കണ്ടിന്യൂസ് കാർബൺ ചെയിൻ. കാർബൺ ആറ്റങ്ങളുടെ ചെയിൻ ആയിരിക്കണം. കാർബൺ ബോണ്ട് ഉണ്ടായിരിക്കണം. അതിനെയാണ് പേരന്റ് ചെയിൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് എന്താണ്?
പേരന്റ് ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കണം. പേരന്റ് ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കണം. ഒരു തലയ്ക്ക് നിന്നാണ് കൊടുക്കുക, ഒരറ്റത്ത് നിന്ന് കൊടുക്കണം. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന് മിനിമം നമ്പർ കിട്ടണം. പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ആർക്ക് മിനിമം നമ്പർ കിട്ടണം? സബ്സ്റ്റിറ്റ്യൂന്റിന് മിനിമം നമ്പർ കിട്ടണം. ഇത് രണ്ടും കൂടെ വരുന്ന എക്സാമ്പിൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ ആ റൂളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ചെയ്യുക. ദ കാർബൺ ആറ്റംസ് ഇൻ ദ പേരന്റ് ചെയിൻ. പേരന്റ് ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കുക, ഒരറ്റത്ത് നിന്ന് കൊടുക്കണം. ഇൻ സച്ച് എ വേ ദാറ്റ്, എങ്ങനെയാണ്? ദ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഷുഡ് ഗെറ്റ് ദി മിനിമം നമ്പർ. മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പിന് മിനിമം നമ്പർ കിട്ടണം. ഇനി മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ലെങ്കിലോ, ഇപ്പം നേരത്തെ പറഞ്ഞ കോമ്പൗണ്ട് പോലെയാണെങ്കിലോ, ഇഫ് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ആബ്സെന്റ്, പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ നമ്പർ ഇൻ സച്ച് എ വേ ദാറ്റ്, നമ്പർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ദ സബ്സ്റ്റിറ്റ്വന്റ് ഷുഡ് ഗെറ്റ് ദി മിനിമം നമ്പർ. സബ്സ്റ്റിറ്റ്വന്റിന് മിനിമം നമ്പർ കിട്ടണം. അപ്പോൾ ഈ റൂള് നന്നായിട്ട് നോക്കുക. കോമ്പൗണ്ടിലെ ഏറ്റവും നീളം കൂടിയ ചെയിൻ കണ്ടുപിടിക്കുക. അത് പല രീതിയിൽ നമ്മൾ നോക്കേണ്ടി വരും, പല രീതിയിൽ നമ്മൾ നോക്കണം. ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക. പ്രിൻസിപ്പൽ ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന് മിനിമം നമ്പർ കിട്ടുന്ന രീതിയിൽ പേരന്റ് ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് ഒരറ്റത്ത് നിന്നും നമ്പർ കൊടുക്കുക. പ്രിൻസിപ്പൽ ഫങ്ഷൻ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ആർക്ക് മിനിമം നമ്പർ കിട്ടണം? സബ്സ്റ്റിറ്റ്യൂന്റിന് മിനിമം നമ്പർ കിട്ടണം. ഓക്കെ. ഇനി പേരും നമ്പറും വേർതിരിക്കാൻ ഹൈഫൻ വേണം, അതായത് ഒരു വര. നമ്പറുകളെ വേർതിരിക്കാൻ കോമ വേണം, അതും റൂളാണ്. അപ്പോൾ നമുക്കൊന്ന് എഴുതാം. റൂൾ അല്ലേ? നമ്പർ ആൻഡ് നെയിം, നമ്പർ ആൻഡ് നെയിം are separated by hyphen അല്ലേ? ഹൈഫൻ എന്ന് ബ്രാക്കറ്റിൽ എഴുതാം. ഹൈഫൻ എന്ന് പറഞ്ഞാൽ ഒരു വര ഉപയോഗിച്ച് വേർതിരിക്കണം അല്ലേ? നമ്പർ ആൻഡ് നെയിം ആർ സെപ്പറേറ്റഡ് ബൈ ഹൈഫൻ. അടുത്ത റൂൾ എന്താ? നമ്പേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമ. നമ്പേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമ അല്ലേ? കോമ നമുക്കറിയാലോ. നമ്പേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമ. കോമ ഉപയോഗിച്ചിട്ടാണ് വേർതിരിക്കുക. അപ്പോൾ അത് നമുക്ക് എഴുതിയാൽ മതി അല്ലേ? ഇപ്പം പേരും നമ്പറും കണ്ടാൽ ഒരു വര വേണം അല്ലേ? നമ്മൾ വര ഇട്ടിട്ടുണ്ട്, നോക്കി നോക്കൂ, ഉണ്ടോ? പേരും നമ്പറും കണ്ടോ? 2 കഴിഞ്ഞിട്ടൊരു വര ഇട്ടിട്ടുണ്ട്. ആ വര ഇട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. ഓക്കെ. ഇപ്പം നമ്പർ ആർ ആൻഡ് നെയിം ആർ സെപ്പറേറ്റഡ് ബൈ ഹൈഫൻ, നമ്പേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമ. ഇനി സബ്സ്റ്റൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സബ്സ്റ്റിറ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ മീത്തൈൽ, ഈത്തൈൽ, പ്രൊപ്പൈൽ തുടങ്ങിയ ആൽക്കൈൽ ഗ്രൂപ്പുകൾ അതിനെ ആർന്ന് എഴുതിയിട്ടൊരു വര ഇടുക ചെയ്യുക. അപ്പോൾ ആർ ഗ്രൂപ്പ്സ് അല്ലേ? ആർ അതായത് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ലൈക്ക് മീത്തൈൽ, ഈത്തൈൽ, പ്രൊപ്പൈൽ എക്സെട്ര അല്ലേ? ആർ ഗ്രൂപ്പ്സ്, ആർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പാണ് അല്ലേ? ആർ ഗ്രൂപ്പ്സ് അതായത് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ലൈക്ക് മീത്തൈൽ, ഈത്തൈൽ, പ്രൊപ്പൈൽ എക്സെട്ര ആർ ഓൾവേസ് സബ്സ്റ്റൻസ്. പിന്നെ നമ്മുടെ ഹാലജൻസ് അതായത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇതൊക്കെ സബ്സ്റ്റൻസ് ആണ്. IUPACയുടെ കണ്ണിൽ ഇവരൊന്നും ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല, ഇവരൊക്കെ സബ്സ്റ്റൻസ് ആണ്, പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഹാലജൻസ് ഇവരൊക്കെയാണ് സബ്സ്റ്റൻസ് ആയിട്ട് വരാറുള്ളത്. ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് പല ആൾക്കാരും വരും അല്ലേ? OH ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. CHO ഗ്രൂപ്പ് ഉണ്ട്, ആൽഡിഹൈഡ് എന്ന് പറയും. CO ഗ്രൂപ്പ് ഉണ്ട്, കീറ്റോൺ എന്ന് പറയും. അങ്ങനെ ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. COOH ഉണ്ട്, കാർബോക്സിലിക് ആസിഡ് എന്ന് പറയും. ധാരാളം ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് മാത്രമേ പരിചയപ്പെടുന്നുള്ളൂ. ഓക്കെ. ഇനി എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്? ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആർ ഗ്രൂപ്പ്സ്. ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ്സ് ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആർ ഗ്രൂപ്പ്സ് വിച്ച് ഡിറ്റർമിൻ അല്ലേ? തീരുമാനിക്കുന്നു. വിച്ച് ഡിറ്റർമിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടിയെ തീരുമാനിക്കുന്ന ഗ്രൂപ്പുകളാണെന്ത്? ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. OH ഗ്രൂപ്പ് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ആൽക്കഹോളിക് ഗ്രൂപ്പ് അല്ലേ? ചാരായ ഗ്രൂപ്പ് അല്ലേ? ആൽക്കഹോളിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. CHO ഗ്രൂപ്പ് ഇതിനെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് വിളിക്കാം. CO ഇവിടെ ഡബിൾ ബോണ്ടാണ്. CO സോറി, ഡബിൾ ബോണ്ട് അല്ല, 2 വരെയാണ്, 2 ലൈനാണ് വേണ്ടത് കേട്ടോ. ഇവിടെ 2 വര വേണം, നമ്മൾ ഇട്ടിട്ടില്ല.
ഓക്കെ, CO ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കീറ്റോൺ ആണ്. കാർബണിൻ്റെ അവിടുന്ന് 2 വരകൾ കാണിക്കണം. ഒരു വര ഇങ്ങോട്ടും ഒരു വര ഇങ്ങോട്ടും കേട്ടോ. ഡബിൾ ബോണ്ടല്ല, 2 വര കേട്ടോ. ബാലൻസ് 4 കിട്ടാനാണ്. ഓക്കെ, ഇപ്പോൾ വരയ്ക്കുന്നില്ല. അപ്പോൾ CO ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കീറ്റോൺ ആണ്. COOH ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ്. കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. അപ്പോൾ ധാരാളം ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടിയെ തീരുമാനിക്കുന്ന ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇപ്പോൾ OH ഗ്രൂപ്പ് വന്നാൽ ആ കോമ്പൗണ്ടിന് ആൽക്കഹോളിക് ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും. CHO ഗ്രൂപ്പ് വന്നാൽ ആൽഡിഹൈഡ് ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി. CO ഗ്രൂപ്പ് വന്നാൽ അല്ലേ മറ്റൊരു പ്രോപ്പർട്ടി ആയിരിക്കും. COOH ഗ്രൂപ്പ് വന്നാൽ നമ്മുടെ ആസിഡ് ഗ്രൂപ്പാണ്. ആസിഡ് ഗ്രൂപ്പ്, ഓർഗാനിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ടോ, COOH. ഇങ്ങനെ ധാരാളം ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. വിശദമായിട്ട് നമുക്ക് പിന്നീട് പറയാം. ഇനി നമ്മുടെ ഒരു കോമ്പൗണ്ട് നോക്കൂ അല്ലേ, ഇതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. OH ഗ്രൂപ്പാണ് കേമൻ. OH ഗ്രൂപ്പാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവരാണ് പ്രധാനപ്പെട്ട ആൾ. നമ്മുടെ റൂൾ എന്താ? ഏറ്റവും നീളമുള്ള കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക. ഏറ്റവും നീളമുള്ള ചെയിൻ 1 ഉണ്ടോ, 2, 3, 4 ഇങ്ങോട്ട് താഴത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് എടുക്കാം. താഴേക്കായാലും കുഴപ്പമില്ല, സ്ട്രൈറ്റ് ആയിട്ടും കുഴപ്പമില്ല. എങ്ങനെയായാലും നിങ്ങൾക്ക് ഒരേ പേര് തന്നെ കിട്ടുള്ളൂ. സൗകര്യത്തിന് നമുക്ക് ഇങ്ങനെ എടുക്കാം. 1 ഇവിടെ 1 കൊടുക്കുക. ഈ കാർബൺ 2, ഈ കാർബൺ 3, ഈ മൂന്നാമത്തെ കാർബണിൻ്റെ മേലെയാണ് CH3 ബ്രാഞ്ച് ഉണ്ടോ. മൂന്നാമത്തെ കാർബണിൻ്റെ മേലെയാണ് CH3. പിന്നെ 4. ഓക്കെ, പേരൻ്റ് ചെയിൻ താഴേക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായിരിക്കും എന്ത് സബ്സ്റ്റേറ്റ് ആയിട്ട് വരിക. ഓക്കെ, നമ്മൾ ആ റൂൾ അനുസരിച്ച് ചെയ്യുക. 1, 2, 3 തൽക്കാലം ഇങ്ങോട്ട് എടുക്കുക. 4. അപ്പോൾ പേരൻ്റ് ചെയിനിൽ 4 കാർബൺ ആറ്റം. മൂന്നാമത്തെ കാർബണിൻ്റെ മേലെ CH3 അല്ലേ. പേര് നമുക്ക് തുടങ്ങാം. മൂന്നാമത്തെ കാർബണിൻ്റെ മേലെ CH3 ആണ്. അപ്പോൾ 3 മീഥൈൽ. 4 കാർബൺ ആറ്റാണ് ഉള്ളത്. 4 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ബ്യൂട്ടൈൻ. ആ ബ്യൂട്ടൈൻ എന്നുള്ളതിലത്തെ അവസാനത്തെ E വേണ്ട. ബ്യൂട്ടൈൻ എന്ന് എഴുതുമ്പോൾ അവസാനത്തെ E വേണ്ട. പ്രത്യേകം നോട്ട് ചെയ്തോളൂ, അവസാനത്തെ E വേണ്ട. അവസാനത്തെ E നമ്മൾ ഒഴിവാക്കി. ഒന്നാമത്തെ കാർബണിൻ്റെ മേലെയാണ് OH ഗ്രൂപ്പ്. അപ്പോൾ 1O എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാർബണിൻ്റെ മേലെയാണ് OH ഗ്രൂപ്പ്. OH ഗ്രൂപ്പിനെ OL എന്നാണ് കാണിക്കുക. OH ഗ്രൂപ്പിനെ OL എന്നാണ് കാണിക്കുക. അപ്പോൾ 3 മീഥൈൽ ബ്യൂട്ടൈൻ 1O. ഇങ്ങനെ എഴുതാം. 3 മീഥൈൽ 1 ബ്യൂട്ടനോൾ എന്ന് എഴുതാം. 3 മീഥൈൽ 1 ബ്യൂട്ടനോൾ എന്ന് എഴുതാം. പിന്നെ OH ഗ്രൂപ്പിൻ്റെ നമ്പർ 1 ആണ്. OH ഗ്രൂപ്പിൻ്റെ നമ്പർ 1 ആണ്. കാരണം ഒന്നാമത്തെ കാർബണിൻ്റെ മേലെയാണ് OH ഗ്രൂപ്പ്. ഈ OH ഗ്രൂപ്പുള്ള കാർബണിന് 1 എന്നുള്ള നമ്പർ ഇട്ടത് കൊണ്ടാണ് ഈ CH3ക്ക് 3 എന്ന് പറയുന്ന നമ്പർ കിട്ടിയത്. അതുകൊണ്ട് ഇവിടെ 1 എന്ന് പറയണമെന്ന് നിർബന്ധമില്ല. ചില ബുക്കിൽ എന്ത് പറയും? 3 മീഥൈൽ ബ്യൂട്ടനോൾ എന്ന് പറയും. 3 മീഥൈൽ ബ്യൂട്ടനോൾ. പ്രത്യേകിച്ച് ആ നമ്പർ പറഞ്ഞില്ലെങ്കിൽ OH ഗ്രൂപ്പിൻ്റെ നമ്പർ 1 ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പക്ഷേ ഈ 1 എഴുതുന്നതാണ് നല്ലത്. പിന്നെ വളരെ സ്പെസിഫിക് ആയി 1 എഴുതിക്കോളൂ. ഇതാണ് ഏറ്റവും നല്ല രീതി. 3 മീഥൈൽ, ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 3 മീഥൈൽ ബ്യൂട്ടൈൻ 1O. 3 മീഥൈൽ ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ എന്നുള്ളതിന് അവസാനത്തെ E വേണ്ടതാണ്, പക്ഷേ ഇവിടെ നമ്മൾ ഒഴിവാക്കാം. 3 മീഥൈൽ ബ്യൂട്ടൈൻ 1O. വായിക്കുമ്പോൾ ബ്യൂട്ടൈൻ എന്ന് വായിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെയും എഴുതാം ചില ബുക്കിൽ, പക്ഷേ ഈ രീതി ശീലിക്കുകയാണ് നല്ലത്. 3 മീഥൈൽ ബ്യൂട്ടൈൻ 4 കാർബൺ ആറ്റം ഉണ്ട്. അതിലത്തെ E വേണ്ട. ഒന്നാമത്തെ കാർബണിൻ്റെ അവിടെ OH എന്ന് കാണിക്കാൻ 1O എന്ന് എഴുതി. ഓക്കെ, ഈ പേരൻ്റ് ചെയിനൊക്കെ ഒരു പ്രത്യേക കളറിൽ അടയാളപ്പെടുത്തിക്കോളൂ. നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല. പേരൻ്റ് ചെയിനെ നമ്മളൊരു അല്ലേ ഒരു ബോക്സിലിട്ടാൽ മതി. പേരൻ്റ് ചെയിനെ ഒരു ബോക്സിൽ ഈ സബ്സ്റ്റേറ്റിനെ കാണിക്കാൻ ഒരു സർക്കിൾ വരയ്ക്കുക. സബ്സ്റ്റേറ്റിനെ കാണിക്കാൻ സർക്കിൾ വരയ്ക്കുക. പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പിനെ കാണിക്കാനും ആ ഒരു വട്ടം ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. പല നിറത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ 2 കോമ്പൗണ്ട് പരിചയപ്പെട്ടു. ഇതാരാണ് ആള് അല്ലേ? ഇതിൻ്റെ കോമൺ നെയിം ആദ്യം പരിചയപ്പെടാം. കോമൺ നെയിം നിയോപെൻഡെ എന്നാണ് ഇതിൻ്റെ പേര്. നിയോപെൻഡെയിൻ. കാരണം 5 കാർബണാറ്റം ഉണ്ട്. 1, 2, 3, 4, 5 അല്ലേ? കോമൺ നെയിം. UPSC നെയിം അല്ല കേട്ടോ, കോമൺ നെയിം പറയാണ് സാധാരണ വിളിക്കുന്ന പേര്. 1, 2, 3 അല്ലേ? ഏറ്റവും നീളമുള്ള ചെയിൻ നോക്കിയാൽ 1, 2, 3 എങ്ങനെ എടുത്താലും നിങ്ങൾക്ക് ഉണ്ടോ 1, 2, 3 1, 2, 3 എങ്ങനെ എടുത്താലും ഏറ്റവും നീളം കൂടിയ ചെയിനിൽ 3 കാർബണാറ്റം മാത്രമേ ഉള്ളൂ. എങ്ങനെ ഈ കോമ്പൗണ്ട് എടുത്താലും ഏറ്റവും നീളം കൂടിയ ചെയിനിൽ 3 കാർബണാറ്റമേ ഉള്ളൂ.
സൗകര്യത്തിൽ നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കാം. 1, 2, 3. ഈ രണ്ടാമത്തെ കാർബണിൻ്റെ അവിടെ 2 CH3 ബ്രാഞ്ച് വന്നു. രണ്ടാമത്തെ കാർബണിൻ്റെ അവിടെ 2 CH3 ബ്രാഞ്ച് വന്നാൽ വിളിക്കുന്ന ഓമനപ്പേരാണ്, കോമൺ നെയിമാണ് നിയോ. അപ്പം അത് നിയോ ആണ്. നിയോ 5 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് പെൻറ്റേൻ എന്ന് പറഞ്ഞു. സോ ദ കോമൺ നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഈസ് നിയോ പെൻറ്റേൻ. IUPAC നെയിം എന്താ വരിക? 1, 2. രണ്ടാമത്തെ കാർബണിൻ്റെ അവിടെ ഉണ്ടോ ബ്രാഞ്ച് ഉണ്ട്. ഒരു CH3 മേലേക്ക്, ഒരു CH3 താഴേക്ക്. രണ്ടാമത്തെ കാർബണിൻ്റെ അവിടെ 2 CH3 ആണ്. അപ്പോൾ അതിൻ്റെ പേരെന്ത് വരുന്നു? 2, 2 എന്ന് പറയണം. 2 പ്രാവശ്യം 2 എന്ന് എഴുതണം. കാരണം രണ്ടാമത്തെ കാർബണിൻ്റെ അവിടെ CH3 2 ഉണ്ട്. അപ്പം 2, 2 ഉണ്ടോ? കോമ ഇടണം, അല്ലെങ്കിൽ 22 എന്നൊക്കെ വായിക്കും. 2, 2. മീഥൈൽ ഗ്രൂപ്പ് എത്ര എണ്ണം ഉണ്ട്? 2 ഉണ്ട്. ഡൈമീഥൈൽ കണ്ടോ? ഡൈമീഥൈൽ 2, 2 ഡൈമീഥൈൽ. പേരന്റ് ചെയിനിൽ 3 കാർബൺ ആറ്റമാണ്. അപ്പോൾ 2, 2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. ഇപ്പം നിയോ പെൻറ്റേൻ എന്നുള്ളതിൻ്റെ IUPAC നെയിം എന്താണ്? 2, 2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. ഈ സ്ട്രക്ചറൊക്കെ വരയ്ക്കാൻ പഠിക്കണം. നോർമൽ പെൻറ്റേൻ, ഐസോ പെൻറ്റേൻ, നിയോ പെൻറ്റേൻ. കോമൺ നെയിം പഠിക്കുക, അതിൻ്റെ IUPAC നെയിം എഴുതാനും പഠിക്കണം. നിയോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നിയോ മീൻസ് ദർ ആർ 2 methyl branches on the second carbon of parent chain. ഓക്കെ, ഇപ്പം നോർമൽ, ഐസോ, നിയോ എന്ന് പറയുന്ന കേസുകൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്തൊരു കോമ്പൗണ്ട് നമുക്ക് നോക്കാം. ഇതിലെ ഏറ്റവും നീളം കൂടിയ ചെയിൻ നിങ്ങൾ വീട്ടിലിരുന്ന് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം. 1, 2, 3 മേലേക്ക് പോയാൽ 3 എണ്ണം. അപ്പോൾ അത് ശരിയാവില്ല. 1, 2, 3, 4, 5, 6 മേലേക്ക് പോയി 6 എണ്ണം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോയി നോക്കുക. 1, 2, 3, 4, 5, 6. സ്ട്രെയിറ്റ് ആയിട്ട് പോയാലും 6 എണ്ണം തന്നെയാണ്. അപ്പോൾ നമുക്ക് സൗകര്യത്തിന് ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഉണ്ടോ ഇങ്ങനെ എഴുതിയത്, ഇതാണ് പേരന്റ് ചെയിൻ. ഒരു ബോക്സിൽ അടയാളപ്പെടുത്തി വയ്ക്കുക. ഇതാണ് പേരന്റ് ചെയിൻ. പേരന്റ് ചെയിൻ്റെ മേലെ തൂങ്ങിക്കിടക്കുന്നവൻ കണ്ടോ, ഒരു CH3 തൂങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെ ഒരു CH2 CH3 ഉണ്ട്. CH2 CH3. ചില ബുക്കിൽ C2H5 എന്നൊക്കെ പറയും, ചില ബുക്കിൽ C2H5 എന്നൊക്കെ പറയും. C2H5 എന്ന് ചുരുക്കി എഴുതും. അപ്പോൾ നമ്മളിങ്ങനെ മാറ്റി എഴുതണം, എന്നാലേ നമുക്ക് മനസ്സിലാവും. C2H5 എന്ന് എഴുതിയാൽ മനസ്സിലാവില്ല. CH2 CH3 എന്ന് മാറ്റി എഴുതണം. ഇത് മീഥൈൽ ഗ്രൂപ്പ്, ഇത് ഈഥൈൽ ഗ്രൂപ്പ്. ഇനി ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? എവിടുന്ന് നമ്പർ ചെയ്യണം, ഏത് സൈഡിൽ നിന്ന് നമ്പർ ചെയ്യണം? അതൊരു പ്രശ്നമാണല്ലോ. നമ്മൾ ഇവിടെ പ്രത്യേക നിയമം ഉപയോഗിക്കുകയാണ്. 2 സൈഡിൽ നിന്ന് നമ്പർ ചെയ്യണം കേട്ടോ. ഈ സൈഡിൽ നിന്ന് നമ്പർ ചെയ്താൽ 1 CH3 ഗ്രൂപ്പുള്ള കാർബൺ എത്രയാണ്? 2. ആ 2 അവിടെ ഓർമ്മിച്ച് വെച്ചോളൂ. 2 എന്ന് ഓർമ്മിച്ച് വയ്ക്കുക. 2 എന്ന് ഓർമ്മിച്ച് വെച്ചു. ശരി. ഇനി 3, 4ാമത്തെ കാർബണിൻ്റെ മേലെയാണ് ഈഥൈൽ ഗ്രൂപ്പ്. അപ്പം 2 കൂട്ടണം 4. 2 കൂട്ടണം 4 എത്രയാണ്? 6. പൊസിഷൻ നമ്പറുകളുടെ തുക നോക്കുക. പൊസിഷൻ നമ്പറുകളുടെ തുക നോക്കുക അല്ലേ? പൊസിഷൻ നമ്പറുകളുടെ തുക നമ്മൾ നോക്കി. 2ഉം 4ഉം കൂട്ടിയപ്പോൾ 6. ഇവൻ്റെ നമ്പർ 2, ഇവൻ്റെ നമ്പർ 4. ഇനി തിരിച്ച് നമ്പർ ഇടുക. ഇവിടുത്തെ കാർബൺ 1, 1, 2, 3 കണ്ടോ? 3ാമത്തെ കാർബണിൻ്റെ മേലെയാണ് ഈഥൈൽ ഗ്രൂപ്പ് അല്ലേ? 3ാമത്തെ കാർബണിൻ്റെ മേലെയാണ് ഈഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ 3 കൂട്ടണം. അപ്പോൾ 1, 2, 3. 3ാമത്തെ കാർബണിൻ്റെ മേലെ ഈഥൈൽ ഗ്രൂപ്പ്. പിന്നെ 4, 5. 5ാമത്തെ കാർബണിൻ്റെ മേലെയാണ് എന്ത്? 5ാമത്തെ കാർബണിൻ്റെ മേലെയാണ് ഏത് വരുന്നത്? 5ാമത്തെ കാർബണിൻ്റെ മേലെയാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. 3ഉം 5ഉം എത്രയാണ്? 8. അപ്പോൾ മിനിമം നമ്പർ വരുന്ന രീതിയിലേ നമ്പർ ഇടാൻ പാടുള്ളൂ. അതായത് പൊസിഷൻ നമ്പറുകളുടെ സം മിനിമം ആയിരിക്കണം. ഇതാണ് ശരി, ഇതാണ് ശരി. ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇത് തെറ്റാണ്. 3 + 5 എന്നുള്ള രീതിയിലല്ല. 2 + 4 6 അല്ലേ? അപ്പോൾ ആദ്യം വരുന്ന നമ്പർ 2, ഇവിടെ ആദ്യം വരുന്ന നമ്പർ 3. അപ്പോൾ നമ്പർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഫറൻറ്റ് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കണം? സബ്സ്റ്റൻസിൻ്റെ പൊസിഷൻ നമ്പറുകൾ കൂട്ടുക മിനിമം വരുന്ന രീതിയിലേ നമ്പർ ചെയ്യാൻ പറ്റൂ. ഇതിനെ ലോവസ്റ്റ് സം റൂൾ എന്ന് വിളിക്കും. ലോവസ്റ്റ് സം റൂൾ.
ലോവസ്റ്റ് ലോക്കൻ്റ് റൂൾ എന്ന് വിളിക്കാറുണ്ട്. അത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോകേണ്ടതാണ്. അത് തൽക്കാലം പോകുന്നില്ല. ലോവസ്റ്റ് ലോക്കൻ്റ് റൂൾ എന്ന് പറയാം. ആദ്യത്തെ ലോക്കൻ്റ് 2 കണ്ടോ, ഇവിടെ കണ്ടെത്തിയത് 2. ഇവിടുത്തെ ആദ്യത്തെ ലോക്കൻ്റ് 3. അപ്പം മിനിമം വരുന്നതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടുന്നാണ് നമ്പർ ചെയ്യേണ്ടത്. 1 2 3 4 5 6. അപ്പോൾ നിങ്ങൾ നമ്പർ ചെയ്ത് വെക്കണം ചിത്രം വരച്ചിട്ട്. 1 ഇത് 1 കേട്ടോ, ഇത് 2 ഇത് 3 ഇത് 4 5 6. തിരിച്ച് നമ്പർ ചെയ്താൽ തെറ്റാണ്. ഇനി പേര് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ആൽഫാബറ്റിക്കൽ ഓർഡറിലെ പേര് പറയാൻ പാടുള്ളൂ. ഈത്തൈൽ എന്നുള്ളത് ആദ്യം പറയണം. കാരണം ഇ എന്നാണ് ABCDE എന്നാണല്ലോ ആദ്യം വരിക. അപ്പോൾ ഇ എന്ന് ആദ്യം എഴുതണം. അപ്പോൾ 4 ഈത്തൈൽ, 4ാമത്തെ കാർബണിൻ്റെ മേലെ ഈത്തൈൽ, 4 ഈത്തൈൽ. ഇനി 2ാമത്തെ കാർബണിൻ്റെ മേലെയാണ് മീത്തൈൽ, 2 മീത്തൈൽ. പേരിൻ്റെ ചെയിനിൽ 6 കാർബൺ ആറ്റം ഉണ്ട്. 1 2 3 4 5 6. അപ്പോൾ ഹെക്സൈൻ ആണ്. അപ്പോൾ 4 ഈത്തൈൽ 2 മീത്തൈൽ ഹെക്സൈൻ. സ്ട്രക്ചർ കിട്ടിയാൽ പേരും, പേര് കിട്ടിയാൽ സ്ട്രക്ചറും രണ്ടും വരയ്ക്കാൻ അറിയാം. 4 ഈത്തൈൽ 2 മീത്തൈൽ ഹെക്സൈൻ. അപ്പോൾ ഈ പേര് തന്നാൽ സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാം. ഹെക്സൈൻ എന്ന് കേട്ടാൽ 6 കാർബണാറ്റം വരയ്ക്കുക. 1 2 3 4 5 6 അല്ലേ? എങ്ങനെയായിരിക്കും വരയ്ക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ? ഒരു പ്രയാസമില്ല. 6 കാർബണാറ്റം ആദ്യം വരയ്ക്കുക. 6 കാർബണാറ്റം 3 4 5 6. ഹെക്സൈൻ എന്ന് കേട്ടാൽ 6 കാർബണാറ്റം വരയ്ക്കുക. ഇനി 4 അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് എണ്ണ 1 2 3 4 ഉണ്ടോ? 4ാമത്തെ കാർബണാറ്റത്തിൻ്റെ അവിടുന്ന് ഈഥൈൽ ഗ്രൂപ്പ് കാണിക്കുക, CH2 CH3 കാണിക്കുക. ഇനി 2 ഇവിടെയാണ്. 2ാമത്തെ കാർബണാറ്റത്തിൻ്റെ അവിടെ നിന്ന്, 2ാമത്തെ കാർബണാറ്റത്തിൻ്റെ അവിടെ നിന്ന് എന്ത് കാണിക്കുക? മീഥൈൽ ഗ്രൂപ്പും കാണിക്കുക. പിന്നെ ബാലൻസി നോക്കി ഹൈഡ്രജനെ കൊടുക്കാനേ ഉള്ളൂ. ഓരോ കാർബണിനും എത്ര ഹൈഡ്രജൻ വേണമെന്ന് നമുക്ക് നോക്കാൻ അറിയാം. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് പേര് കിട്ടിയാൽ സ്ട്രക്ചറും, സ്ട്രക്ചർ കിട്ടിയാൽ പേരും വരയ്ക്കാം. ഓക്കെ, പേര് കിട്ടിയാൽ സ്ട്രക്ചർ, സ്ട്രക്ചർ കിട്ടിയാൽ പേര്. ഈ പേര് കിട്ടിയാൽ നമുക്കിത് വരയ്ക്കാൻ പറ്റും. ഹെക്സൈൻ എന്നുള്ളത് ആദ്യം വരയ്ക്കണം. ഹെക്സൈൻ എന്നുള്ളത് നമ്മൾ ആദ്യം വരയ്ക്കണം. അപ്പോൾ 6 കാർബണാറ്റം വരയ്ക്കുക. പിന്നെ നമ്മളിങ്ങനെ നോക്കുക, 4ാമത്തെ കാർബണിൻ്റെ അവിടെ ഈത്തൈൽ, 4ാമത്തെ കാർബണിൻ്റെ അവിടെ ഈത്തൈലാണ് അല്ലേ? അപ്പോൾ 4ാമത്തെ കാർബണിൻ്റെ അവിടെ CH2 CH3 വരയ്ക്കുക. 2ാമത്തെ കാർബണിൻ്റെ അവിടെ മീത്തൈലാണ്. 2ാമത്തെ കാർബണിൻ്റെ അവിടെ മീത്തൈലാണ്. 2ാമത്തെ കാർബണിൻ്റെ അവിടെ മീത്തൈൽ. അപ്പോൾ 2 എന്നുള്ള കാർബൺ ഇതാണെന്ന് കരുതുക. 1 2. അപ്പോൾ ഇവിടെ മീഥൈൽ വരയ്ക്കുക. പിന്നെ ബാക്കി കാർബൺ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഹൈഡ്രജനെ കൊടുക്കാൻ അറിയാം. നമ്മൾ നേരത്തെ പഠിച്ചാണ്. കാർബണിൻ്റെ ബാലൻസി 4 വരുന്ന രീതിയിൽ ഹൈഡ്രജനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ചിത്രം കിട്ടും. നിങ്ങൾക്കത് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ കോമ്പൗണ്ടിൻ്റെ പേര് കിട്ടി. ഇപ്പോൾ പഠിച്ച റൂളുകളൊക്കെ ഒന്ന് താഴെ എഴുതാം. ലോവസ്റ്റ് സം റൂൾ: നമ്പർ ദി കാർബൺ ആറ്റംസ് ഇൻ ദ പേരന്റ് ചെയിൻ. പേരന്റ് ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കണം. in such a way that the sum of the position നമ്പറുകൾ of the സബ്സ്റ്റൻസിൻ്റെ പൊസിഷൻ നമ്പറുകളുടെ തുക എന്തായിരിക്കണം? ഷുഡ് ബി മിനിമം. ഇതായിരിക്കണം കണ്ടീഷൻ. അപ്പോൾ പൊസിഷൻ നമ്പറുകളുടെ തുക നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, കൂട്ടിയിട്ട് കണ്ടുപിടിക്കാം. ഈ റൂളിന് ചെറിയൊരു വകഭേദം കൂടി വന്നിട്ടുണ്ട്. ലോവസ്റ്റ് ലോക്കൻ്റ് റൂൾ എന്നും വന്നിട്ടുണ്ട്. ഇവിടെ ലോവസ്റ്റ് ലോക്കൻ്റ് റൂൾ എന്നും വിളിക്കാം. കാരണം ആദ്യത്തെ ലോക്കൻ്റ് CH3 ആണ്. അതിൻ്റെ നമ്പർ മിനിമം ആണ് 2. തിരിച്ച് നമ്പർ ഇട്ടാൽ ആദ്യത്തെ ലോക്കൻ്റിൻ്റെ അല്ലേ വരുന്നത്, ലോക്കൻ്റ് നമ്പർ വരുന്നത് 3 ആണ്. അപ്പം ലോവസ്റ്റ് ലോക്കൻ്റ് റൂൾ എന്ന് വിളിക്കാറുണ്ട്. അത് കുറച്ചും കൂടെ എക്സാമ്പിൾസ് ഉണ്ട്. മിനിമം ഇത്രയേ പറയുന്നുള്ളൂ. മറ്റൊരു സന്ദർഭത്തിൽ നോക്കാം. എന്തായാലും ഇങ്ങനെ പൊസിഷൻ നമ്പേഴ്സ് മിനിമം ആവുന്ന രീതിയിൽ വേണം നമുക്ക് ചെയ്യാൻ. ഓക്കെ, ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ സ്ട്രക്ചർ കിട്ടിയാൽ പേര്, പേര് കിട്ടിയാൽ സ്ട്രക്ചർ, രണ്ടും വരച്ച് പ്രാക്ടീസ് ചെയ്യാം. പേരിടുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. ഡിഫറൻറ്റ് സബ്സ്റ്റൻസ് ആർ നെയ്മഡ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ. ഇപ്പോൾ ഈത്തൈലും മീത്തൈലും ഉണ്ടെങ്കിൽ ആരെ ആദ്യം പറയണം? ഈത്തൈൽ ആദ്യം പറയണം. പക്ഷേ ഇതിലൊരു വേറൊരു കൺഫ്യൂഷൻ ഉണ്ട്. വൈൽ കൺസിഡറിങ് ആൽഫബറ്റിക്കൽ ഓർഡർ, name of prefixes like di, tri, etc. are ignored. Di, tri, etc. are ignored. ഇപ്പോൾ ഉദാഹരണം പറയാം. ഡൈമീഥൈൽ എന്നുമുണ്ട്, ഡൈമീഥൈൽ എന്നുമുണ്ട്, ഈഥൈൽ എന്നുമുണ്ട്. നിങ്ങൾ ഏത് ആദ്യം എഴുതും? അല്ലേ?
ഡൈമീഥൈൽ എന്നും വന്നു, ഡൈമീഥൈൽ എന്നും വന്നു, പിന്നെ ഈഥൈൽ എന്നും വന്നു. നിങ്ങൾ പേരെഴുതുമ്പോൾ ഏതാ ആദ്യം എഴുതുക? അപ്പം ചില കുട്ടികൾ അല്ലെ, നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികൾക്കാണ് തെറ്റ്. ചില കുട്ടികൾ ആലോചിക്കും, ഈ എന്നുള്ളതിനെ അല്ലേ, ഈ എന്നുള്ളതിൻ്റെ മുന്നിലാണ് ആര് വരുന്നത്? ഡി വരുന്നത് അല്ലേ? എ ബി സി ഡി കഴിഞ്ഞിട്ടല്ലേ ഇ. അതുകൊണ്ട് ഡൈമീഥൈൽ ആദ്യം പറയാമെന്ന് കരുത്. തെറ്റാണ്. നമ്മൾ മീഥൈൽ എന്ന് മാത്രമേ നോക്കണ്ടൂ കേട്ടോ. ആൽഫാബറ്റിക്കൽ ഓർഡർ പരിഗണിക്കുമ്പോൾ മീഥൈൽ എന്നും ഈഥൈൽ എന്നും മാത്രമേ നോക്കണ്ടൂ. അതിൻ്റെ മുന്നിൽ കൊടുക്കുന്ന ഡൈ എന്നോ ട്രൈ എന്നോ ടെട്ര എന്നുള്ള വാക്കുകൾ നോക്കാൻ പാടില്ല. അപ്പം ആൽഫാബറ്റിക്കൽ ഓർഡർ പരിഗണിക്കുമ്പോൾ പ്രഫിക്സുകൾ നോക്കരുത്. എന്താ പ്രഫിക്സ് എന്ന് പറഞ്ഞാൽ മുന്നിൽ ചേർക്കുന്നത് ഡൈമീഥൈൽ, ട്രൈമീഥൈൽ, ടെട്രാമീഥൈൽ എന്നൊക്കെ ഉണ്ടായിരിക്കും. അത് ആൽഫാബറ്റിക്കൽ ഓർഡറിൽ നോക്കരുത്. അപ്പം ഡൈമീഥൈൽ എന്നുണ്ടെങ്കിലും നമ്മൾ മീഥൈൽ എന്ന് മാത്രമേ നോക്കാൻ പാടുള്ളൂ. ഡൈമീഥൈലും ഉണ്ട്, ഈഥൈലും ഉണ്ട്. ആൽഫാബറ്റിക്കൽ ഓർഡർ നോക്കാൻ ഏതാ നോക്കേണ്ടത്? മീഥൈൽ എന്നും ഈഥൈൽ എന്നും മാത്രം നോക്കുക. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ഈഥൈലാണ്, എന്നിട്ടാണ് ഡൈമീഥൈൽ എഴുതുക. അല്ല, ഇവിടുത്തെ ഡി കണ്ടിട്ട് നമ്മൾ ഡൈമീഥൈൽ ആദ്യം എഴുതരുത്. അപ്പോൾ ആൽഫാബറ്റിക്കൽ ഓർഡറിൽ പ്രഫിക്സുകളെ നോക്കരുത്. ഇപ്പം ഡൈ എന്നോ ട്രൈ എന്നുണ്ടെങ്കിൽ അതിനെ ആൽഫാബറ്റിക്കൽ ഓർഡർ പരിഗണിക്കാൻ നമ്മൾ നോക്കരുത്. നമ്മൾ ആ സബ്സ്റ്റൻസിൻ്റെ പേര് മാത്രമേ നോക്കാവൂ. ഇതും പല കുട്ടികൾക്കും തെറ്റും, ശ്രദ്ധിക്കണം. ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഏറ്റവും നീളം കൂടിയ ചെയിൻ കണ്ടുപിടിക്കാം. ഏറ്റവും നീളം കൂടിയ ചെയിൻ നോക്കിക്കോളൂ, നിങ്ങളുടെ സൗകര്യത്തിന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1, 2, 3, താഴേക്കും വേണമെങ്കിൽ ആവാട്ടോ, 4, 5 അല്ലേ, 4, 5 ഇങ്ങോട്ടും അടയാളപ്പെടുത്താം. പക്ഷെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുന്നതാണ് നമുക്ക് കണ്ണിനൊക്കെ ഒരു സൗകര്യം. 1, 2, 3, 4, 5 ഏറ്റവും നീളം കൂടിയ ചെയിൻ. തൂങ്ങിക്കിടക്കുന്നവരാരൊക്കെയാണ്? രണ്ടാമത്തെ കാർബണിൻ്റെ മേലെ 2 CH3. മൂന്നാമത്തെ കാർബണിൻ്റെ മേലെ തൂങ്ങിക്കിടക്കുന്നവൻ സബ്സ്റ്റൻ്റ് ആരാണ്? CH2CH3. CH2CH3. അപ്പോൾ ഇതിൻ്റെ പേര് എങ്ങനെ വരും? ഈഥൈൽ ആദ്യം പറയണം. നിങ്ങൾ ഡൈമീഥൈൽ എന്ന് കണ്ട് ഡി ആദ്യം എഴുതരുത് ഉണ്ടോ. ഈ ഡി ഡൈമീഥൈലിലെ ഡി കണ്ടിട്ട് ആദ്യം എഴുതരുത്. നമ്മൾ മീഥൈൽ എന്നേ നോക്കാവൂ. അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് ഡൈമീഥൈൽ എന്ന് കാണുമ്പോൾ അത് ആദ്യം എഴുതാൻ തോന്നും. കാരണം ഡി അല്ലേ ആദ്യം വരിക എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ തോന്നരുത്. ഡൈന്നും ട്രൈന്നൊന്നും മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ മീഥൈൽ എന്നുള്ള പേര് മാത്രമേ നോക്കാവൂ. അപ്പോൾ ആദ്യം പറയേണ്ടത് ഈഥൈലാണ്. 3 ഈഥൈൽ, 2 ഡൈമീഥൈൽ പെൻറ്റൈൻ. മൂന്നാമത്തെ പൊസിഷനിൽ ഈഥൈൽ, രണ്ടാമത്തെ പൊസിഷനിൽ 2 CH3 ഉണ്ട്. 2 ഡൈമീഥൈൽ പെൻറ്റൈൻ. ഇതിൽ പറ്റുന്ന അബദ്ധം എന്താണ്? ഈ ഡൈമീഥൈൽ എന്ന് കാണുമ്പോൾ അത് കൊണ്ടുപോയിട്ട് ആദ്യം എഴുതും. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഡി അല്ലേ ആദ്യം വരിക എന്ന് കരുതി അത് എഴുതും. അത് എഴുതരുത്. അപ്പോൾ പ്രഫിക്സുകളെ നമ്മൾ മൈൻഡ് ചെയ്യരുത്. അത് പറയാനുള്ള ഒരു എക്സാമ്പിളാണ്. 3 ഈഥൈൽ, 2 ഡൈമീഥൈൽ പെൻറ്റൈൻ. അപ്പോൾ നിങ്ങൾ ഏത് കോമ്പൗണ്ട് കിട്ടിയാലും നമ്മൾ നമ്മുടെ റൂൾ അനുസരിച്ച് പോവുക. ഏറ്റവും നീളം കൂടിയ ചെയിൻ തിരഞ്ഞെടുക്കുക. പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന് മിനിമം നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യുക. പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ സബ്സ്റ്റൻസിന് മിനിമം നമ്പർ വേണം. ഒന്നിലധികം സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ ലോവസ്റ്റ് സം റൂൾ നോക്കണം. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നമുക്ക് വളരെ നന്നായിട്ട് ആൻസർ എഴുതാൻ പറ്റും. പിന്നെ ഈ കാര്യമൊക്കെ ശ്രദ്ധിക്കണം. ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ആർ നെയ്മഡ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ. വൈൽ കൺസിഡറിങ് ആൽഫബറ്റിക്കൽ ഓർഡർ, പ്രഫിക്സസ് ലൈക്ക് ഡൈ, ട്രൈ എക്സെട്ര ആർ ഇഗ്നോർഡ്. അപ്പോൾ ഇത്രയും കോമ്പൗണ്ടുകൾ നമ്മൾ നോക്കി. ഓക്കെ, ഇന്നൊരു കാര്യം ചെയ്യാം. ഇത്രയും ക്ലാസ് വരെയാവാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടെ കാണാം. അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഇത് ശരിക്കും ഒരുപാട് എടുക്കാനുണ്ട്. ഇനി ഒരുപാട് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അത് അടുത്തൊരു ക്ലാസ്സായിട്ട് കാണിക്കാം. ഓക്കെ, ബൈ.